സെക്കൻഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2022 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി തിയറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. ആദ്യം നോക്കാൻ പോകുന്നത് സെക്ഷൻ എ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ്. A sample space is said to be discrete if it contains finite or countably infinite number of sample points. A sample space is said to be continuous if it contains uncountably infinite number of sample points. Another question, for two events A and B, express the events at least one of A and B. ഇപ്പോൾ രണ്ട് ഇവൻറ്റുകളുണ്ട്, എയും ബിയും. അതിൽ അറ്റ്ലീസ്റ്റ് വൺ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വണ്ണിനെ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി എക്സാക്ട്ലി വൺ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ എക്സാക്ട്ലി വൺ ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എ മാത്രം ഒക്കർ ചെയ്യുക, അല്ലെങ്കിൽ ഓർ ബി മാത്രം ഒക്കർ ചെയ്യുക എന്നാണ്. അപ്പോൾ എ മാത്രം ഒക്കർ ചെയ്യുക നമ്മൾ എങ്ങനെയാണ് പറയുക? എ ഒക്കർ ചെയ്യുന്നു ആൻഡിന് നമ്മൾ ഇൻ്റർസെക്ഷൻ ബി ഒക്കർ ചെയ്യാതെ ഇരിക്കുന്നു, ദറ്റ് ഈസ് ബി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ പറഞ്ഞാൽ എ മാത്രം ഒക്കർ ചെയ്യുക എന്നാണ് അർത്ഥം. ഓർ ബി മാത്രം ഒക്കർ ചെയ്യുക നമുക്ക് എഴുതാം. ബി മാത്രം ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എ ഒക്കർ ചെയ്യില്ല, ദറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ദറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇത് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ മാത്രം ഒക്കർ ചെയ്യുന്നു, ഓർ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബി മാത്രം ഒക്കർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാം എക്സാക്ട്ലി വൺ ഓഫ് എ ആൻഡ് ബി ഈസ് ഒക്കർ. ഇനി അടുത്തത് നൺ ഓഫ് എ ആൻഡ് ബി. ഇപ്പോൾ രണ്ട് ഇവൻറ്റുകളുണ്ട്, രണ്ടും ഒക്കർ ചെയ്യുന്നില്ല, അതായത് എയും ഒക്കർ ചെയ്യുന്നില്ല, ദറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ഇൻ്റർസെക്ഷൻ ബി ഒക്കർ ചെയ്യുന്നില്ല, ദറ്റ് ഈസ് ബി കോംപ്ലിമെൻറ്റ്. ഇനി അടുത്തത് ഓൾ ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബി, എയും ഒക്കർ ചെയ്യുന്നു ആൻഡ് ബിയും ഒക്കർ ചെയ്യുന്നു എന്നുള്ളതിന് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് നമ്മൾ എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ബി ഇസ് എ സബ് ഇവൻറ്റ് ഓഫ് എ, ഷോ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് ബി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ബി ഇസ് എ സബ് ഇവൻറ്റ് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബി ഇസ് എ സബ് ഇവൻറ്റ് ഓഫ് എ മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി വിൽ ബി ഈക്വൽ ടു ബി. എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ അത് ഏതിന് തുല്യമായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ബി. എപ്പോഴാണ്? ഇഫ് ബി ഇസ് എ സബ് ഇവൻറ്റ് ഓഫ് എ. ദെൻ വി ക്യാൻ റൈറ്റ് വാട്ട് ഇസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെയാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമ്മൾ എഴുതുക. ദറ്റ് ഈസ് ഈക്വൽ ടു, ഈ കേസിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള സ്ഥാനത്ത് പി ഓഫ് ബി എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ പി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു 0.4. ഫൈൻഡ് പി ഓഫ് എ if P of A union B and P of B are 0.8 and 0.5 respectively. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഗിവൺ ബി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.4 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് പി ഓഫ് എ യൂണിയൻ ബി തന്നിരിക്കുന്നു, അതിൻ്റെ വാല്യൂ ഈസ് 0.8 ആൻഡ് പി ഓഫ് ബിയും തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. ഈ മൂന്ന് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എ എന്താണെന്നാണ് അല്ലേ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എഡീഷൻ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ എഡീഷൻ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം എനിക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ എടുക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? പി ഓഫ് എ ഗിവൺ ബി, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇങ്ങനെ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ നമുക്ക് എഴുതാം. ദറ്റ് ഈസ് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പി ഓഫ് എ ഗിവൺ ബി ഇസ് ഗിവൺ ആസ് 0.4, ദറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് അറിയില്ല, അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബിയുടെ വാല്യൂ 0.5 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന്
നമുക്ക് P of A intersection B can be written as 0.4 into 0.5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടി. നമുക്ക് ഓൾറെഡി പി ഓഫ് ബിയും തന്നിട്ടുണ്ട്, പി ഓഫ് എ യൂണിയൻ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ ബൈ എഡീഷൻ തിയറം what is probability of A union B? Probability of A union B is equal to P of A plus P of B minus P of A intersection B. This is addition theorem of probability. അതിൽ P of A union B ക്ക് എൻ്റെ വാല്യൂ ആയിട്ടുള്ള 0.8 കൊടുക്കാം. 0.8 is equal to P of A നമുക്ക് അറിയില്ല പ്ലസ് P of B which is 0.5 minus P of A intersection B ഇപ്പോൾ നമ്മൾ കണ്ടുവച്ചതാണ്, that is 0.2. that is 0.8 is equal to P of A plus 0.5 minus 0.2, that is 0.3. or what is P of A? Then P of A is equal to 0.8 minus 0.3 which is equal to 0.5. probability of A നമുക്ക് കിട്ടി, that is 0.5. അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫൈ വെദർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x square for 0 less than x less than 1 and f of x is equal to 0 elsewhere is a PDF. If so, find probability of 0.5 less than x less than 1.5. അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഓഫ് എക്സ് ഒരു PDF ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം എഫ് ഓഫ് എക്സ് PDF ആണെങ്കിൽ, if f of x is a PDF, നമുക്ക് PDF-ൻ്റെ ഒരു കണ്ടീഷൻ നോക്കാം. അതായത് ടോട്ടൽ PDF ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ PDF, ദെൻ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എക്സ്, എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 1 ആണ്. എഫ് ഓഫ് എക്സ് ദറ്റ് ഈസ് 3x square dx. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം 1 കിട്ടുന്നുണ്ടോ എന്ന്. ദിസ് ഇസ് ഈക്വൽ ടു 3 is a constant, അതിനെ നമുക്ക് പുറത്തേക്ക് വെക്കാം. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരുന്നു. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ഈ 3യും ക്യാൻസലായിപ്പോയി. അപ്പോൾ എക്സ് ക്യൂബിന് അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കുന്നു, 1 ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റായിട്ടുള്ള 0 കൊടുക്കുന്നു. therefore we will get the value 1. അതായത് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്ത് നോക്കിയപ്പോൾ 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു PDF ആണ് എന്ന് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നമ്മളോടൊരു പ്രോബബിലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് 0.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1.5. എക്സിൻ്റെ വാല്യൂ 0.5-ൻ്റെയും 1.5-ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഏത് റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇവിടെ കണ്ടീഷൻ തന്നിരിക്കുന്ന റേഞ്ച് 0.5 to 1.5 എന്ന് പറയുന്ന റേഞ്ചിൽ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു കാര്യം നോക്കണം. നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ എക്സ് വരുമ്പോഴാണ് എഫ് ഓഫ് എക്സ് 3x square. എക്സിൻ്റെ വാല്യൂ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാവുമ്പോഴാണ് എൻ്റെ എഫ് ഓഫ് എക്സ് എന്ത് വരുന്നത്? 3x square. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എഫ് ഓഫ് എക്സ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ റേഞ്ച് വരുന്നത് 0.5 to 1.5 ആണ് അല്ലേ. അപ്പോൾ 0.5 എന്ന് പറയുന്നത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് നമ്മൾ 0.5 വരുന്നത്. ഇവിടെ 0.5 വരാം, ദാറ്റ് ഈസ് ഓക്കെ. ആൻഡ് 1.5 എന്ന് പറയുന്നത് നമ്മളെ റേഞ്ചിൻ്റെ 0 to 1 എന്ന് പറഞ്ഞ റേഞ്ചിൻ്റെ പുറത്താണ് എന്ത് വരുന്നത്? 1.5 വരുന്നത്. അപ്പം നമ്മൾ ഈ 0.5 മുതൽ 1.5 വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ റേഞ്ചിൽ കംപ്ലീറ്റ് ഒരു PDF അല്ല. അതായത് 0.5 മുതൽ 1 വരെയുള്ള റേഞ്ചിലേ നമുക്ക് 3x square എന്ന് പറയുന്ന PDF വരുന്നുള്ളൂ. 1-ന് ശേഷം PDF 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റേഞ്ചിനെ നമുക്ക് 2 എണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 0.5 to 1. സെയിം PDF ഉള്ള റേഞ്ച് 0.5 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് റേഞ്ച് മാറുന്നത് 1 എന്നാണ്. 1 to 1.5 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ നമുക്ക് ചെയ്യും.
ഇങ്ങനെ ചെയ്യുമ്പം നമുക്കറിയാം 1 to 1.5 എന്ന് പറയുന്ന റേഞ്ചിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റഗ്രൽ 0 ആയിട്ട് പോകും. ആൻഡ് 0.5 to 1 എന്ന് പറയുന്ന റേഞ്ചിൽ എഫ് ഓഫ് എക്സ് 3x² ആണ്. അപ്പം ഇൻ്റഗ്രൽ 0.5 to 1 3x² dx എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ ഡിവൈഡഡ് ബൈ 3 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0.5 ആൻഡ് 1. ഇവിടെയും 3യും 3യും ക്യാൻസൽ ചെയ്തു. x³ ആണ് വന്നിരിക്കുന്നത്. അതിന് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1³ മൈനസ് ലോവർ ലിമിറ്റ് 0.5 കൊടുക്കുമ്പോൾ 0.5³ ദറ്റ് ഈസ് 1 മൈനസ് 0.125 എന്നാണ് വരുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് 0.875. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An unbiased die is tossed until the face with number 6 appears to start a game. If x is the number of tosses before 6 appears, obtain the probability mass function of x. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഡൈ ത്രോയിങ് എക്സ്പെരിമെൻ്റ് ആണ്. ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റ് നമ്മൾ വെറുതെ ഒരു പ്രാവശ്യം ഡൈ ത്രോ ചെയ്യുകയല്ല. നമ്മൾ ഡൈ ത്രോ ചെയ്യുന്നത് ഏത് വരെയാണ്? 6 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നത് വരെയാണ് നമ്മൾ ഡൈ ത്രോ ചെയ്യുന്നത്. അപ്പോൾ 6 കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡൈ വീണ്ടും വീണ്ടും ത്രോ ചെയ്തുകൊണ്ടിരിക്കും. 6 കിട്ടിയാൽ നമ്മൾ ഡൈ ത്രോയിൽ നിന്ന് നിർത്തും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് സക്സസ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഗെറ്റിംഗ് എ ഫേസ് നമ്പർ 6. അപ്പം എസ് ഇസ് ഈക്വൽ ടു സക്സസ് ആണ്. ദറ്റ് ഈസ് ഗെറ്റിംഗ് 6 കിട്ടുന്നതിനെ ഞാൻ സക്സസ് ആയിട്ടും ഫെയിലിയർ ആയിട്ട് 6 കിട്ടാതിരിക്കുന്നതിനും, അപ്പം നോട്ട് ഗെറ്റിംഗ് 6നെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? ഫെയിലിയർ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 6 കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡൈ ത്രോ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടാവും? 1 കിട്ടുക, 2, 3, 4 ആൻഡ് 5. ഈ 5 ഔട്ട്കംസ് വന്നാലും നമ്മൾ പറയും ഫെയിലിയർ ആണെന്ന്. നമ്മൾ സക്സസ്സിനെയാണ് വെയിറ്റ് ചെയ്യുന്നത്. സക്സസ് കിട്ടുന്നത് വരെ നമ്മൾ ഡൈനെ ത്രോ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത്, ഇവിടെ സക്സസ്സിനുള്ള പ്രോബബിലിറ്റി, സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു 6 കിട്ടാൻ, ഒരു ഡൈ ത്രോ ചെയ്താൽ 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇസ് 1/6. ആൻഡ് 6 കിട്ടാതിരിക്കുക, അതായത് 1 മുതൽ 5 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 5/6 ആണ്. ഈ കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ 6 കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഒരു സക്സസ് കിട്ടുന്നത് വരെയാണ് നമ്മളൊരു ഡൈ ത്രോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് വരുന്നു അതാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ ഒരു പോസിബിലിറ്റി, നമ്മൾ ആദ്യം തന്നെ ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് വരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എസ് എന്ന് എഴുതി അല്ലേ, ഒരു പോസിബിലിറ്റി അതാണ്. മറ്റൊരു പോസിബിലിറ്റി, ആദ്യം ഞാൻ ഡൈ ത്രോ ചെയ്തപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നമ്പർ കിട്ടി, അപ്പോൾ ആദ്യം ഫെയിലിയർ വന്നു, എന്നാൽ സെക്കൻഡ് ചാൻസിൽ സക്സസ് വരാം. ദിസ് ഈസ് ഓൾസോ എ പോസിബിലിറ്റി അല്ലേ. ഇനി അടുത്തത്, ആദ്യത്തെ 2 ഫെയിലിയർ വരാം, മൂന്നാമത്തത് സക്സസ് വരാം. അല്ലെങ്കിൽ ആദ്യത്തത് 3 ഫെയിലിയർ വരാം, നാലാമത്തത് സക്സസ് വരാം. ഇങ്ങനെ നമുക്കൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ സ്പേസാണ് നമുക്കിവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ടോസസ് ബിഫോർ 6 കിട്ടുന്നതിന് മുമ്പുള്ള ടോസുകളുടെ എണ്ണം. അതാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ ആദ്യം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നു എന്നറിയണം. ദെൻ ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിയും കാണും അല്ലേ. അപ്പോൾ എക്സ് ഇവിടെ നമ്പർ ഓഫ് ടോസസ് ബിഫോർ 6 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓരോ ഔട്ട്കം വരുമ്പോഴും എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് എന്തൊക്കെ വാല്യൂ എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസാണ് ഞാൻ എഴുതുന്നത്. ഇവിടെ ആദ്യത്തെ പ്രാവശ്യം തന്നെ 6 സക്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ സക്സസ് കിട്ടുന്നതിന് മുമ്പുള്ള ടോസുകളുടെ എണ്ണം 0 ആണ്. ഇവിടെ ഒരു ഫെയിലിയറിന് ശേഷമാണ് സക്സസ് കിട്ടിയത്. അപ്പം എത്ര ടോസസ് വേണ്ടി വന്നു? സക്സസ്സിന് മുമ്പ് 1 ടോസ്. ഇവിടെ സക്സസ്സിന് മുമ്പ് 2 ടോസസ് വേണ്ടി വന്നു. ഇവിടെ ആകുമ്പം 3 ടോസസ് വേണ്ടി വന്നു. ഇങ്ങനെയാണ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അയാളുടെ PMF ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ PMF ഇസ് എഫ് ഓഫ് എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രോബബിലിറ്റി ദാറ്റ്
ക്യാപിറ്റൽ എക്സ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് ടോസസ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. ആ പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് 0 ആവുമ്പോൾ ഞാൻ നോക്കി എഫ് ഓഫ് 0 അല്ലേ, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 ആവുന്നു. എക്സ് 0 ആകുമ്പോൾ ഒരൊറ്റ സക്സസ് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് 1 സക്സസ്? 1/6. അപ്പോൾ എഫ് ഓഫ് 0 1/6 എന്ന് കിട്ടി. ഇനി എഫ് ഓഫ് 1 ആവുമ്പോൾ എക്സ് 1 ആവുമ്പോൾ നമ്മൾ നോക്കി ഇവിടെ ഒരു ഫെയിലിയറും ഒരു സക്സസ്സുമാണ് വന്നിരിക്കുന്നത്. ഒരു ഫെയിലിയറിനുള്ള പ്രോബബിലിറ്റി 5/6 ആണ് ആൻഡ് ഒരു സക്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 1/6. ഇനി നമ്മൾ എഫ് ഓഫ് 2 നോക്കി, അതായത് 2 ഫെയിലിയേഴ്സ് വന്നിട്ട് ഒരു സക്സസ് ആണ് ഇവിടെ വരുന്നത്. ഒരു ഫെയിലിയറിനുള്ള പ്രോബബിലിറ്റി 5/6. അപ്പോൾ 2 ഫെയിലിയറിനുള്ളത് 5/6 ഇൻറ്റു 5/6, 5/6 സ്ക്വയർ ഇൻറ്റു 1/6. Similarly, f of 3 will be equal to 5/6 whole cube into 1/6. ഇങ്ങനെ നമുക്കൊരു പാറ്റേൺ മനസ്സിലായി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുമ്പോൾ 5/6 ഇല്ല, അത് 5/6 റേസ് ടു 0 ഇൻറ്റു 1/6 ആണ്. 1 ആവുമ്പോൾ 5/6 റേസ് ടു 1 ഇൻറ്റു 1/6. എഫ് ഓഫ് 2 ആവുമ്പോൾ 5/6 റേസ് ടു 2 ഇൻറ്റു 1/6 അങ്ങനെ വരുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് ആവുമ്പോൾ the probability will be 5/6 raised to x into 1/6. x എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 etc. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ x. മെൻഷൻ എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ലെറ്റ് x be a random variable having the PMF or PDF f of x. Then the cumulative distribution function or distribution function of x is given by capital F of x is equal to probability of capital X less than or equal to small x, which is equal to summation minus infinity to x f of x if x is discrete, and this is equal to integral minus infinity to x f of x dx if x is continuous. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അതിൻ്റെ 2 പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു പ്രോപ്പർട്ടി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്, ആൻഡ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു 1. അടുത്തത്, ഫൈൻഡ് the expected number of heads in 3 tosses of an unbiased coin. അതായത് ഇവിടെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ആണ് കാണേണ്ടത്. നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണണം. എന്താണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ്? 3 tosses of an unbiased coin. അപ്പോൾ നമ്മൾ 3 ടോസസ്, ഒരു അൺബയസ്ഡ് കോയിനെ 3 പ്രാവശ്യം ടോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ സാമ്പിൾ സ്പേസ് ആണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ ദ ഔട്ട്കംസ് വിൽ ബി HHH, HHT, HTH, THH, HTT, THT, TTH and TTT. അതായത് നമുക്കിവിടെ ടോട്ടൽ 8 ഔട്ട്കംസ് ആണ് നമ്മളുടെ സാമ്പിൾ സ്പേസിലുള്ളത്. ടോട്ടൽ n is equal to 8 എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടി. ഇവിടെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തിൻ്റെ എക്സ്പെക്റ്റേഷനാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മളുടെ റാൻഡം വേരിയബിൾ എക്സ്. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡ്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ലെറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ്, ഹെഡുകളുടെ എണ്ണമാണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് ഏതൊക്കെ വാല്യൂ എടുക്കുന്നു എന്നും ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഓരോ ഔട്ട്കമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടും എത്ര ഹെഡുകളാണ് വരുന്നത്. അപ്പോൾ HHH എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഹെഡുകൾ വരുന്നു. HHTയിൽ 2 ഹെഡ്, HTHയിൽ 2 ഹെഡ്, ഇവിടെയും 2 ഹെഡ് അല്ലേ. HTTയിൽ 1 ഹെഡ്, THTയിൽ 1 ഹെഡ്, TTHയിൽ 1 ഹെഡ് ആൻഡ് TTT എന്ന് പറഞ്ഞ ഔട്ട്കം വന്നാൽ ഹെഡുകളുടെ എണ്ണം 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 0, 1, 2 ആൻഡ് 3 ഇങ്ങനെ 4 വാല്യൂസാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവരുടെ PMF ആണ് എഴുതുന്നത്. അപ്പോൾ നമുക്കറിയാം PMF എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് 0 നോക്കണം. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 0 ഹെഡ് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ ടി എന്ന് പറയുന്ന ഔട്ട്കം വരും. അതായത് നമ്മൾ 8 ഔട്ട്കമ്മുകളിൽ ഒരു കേസിലാണ് എന്താണ് നമ്പർ ഓഫ് ഹെഡ്സ് 0 വരുന്നത്. സോ ദ പ്രോബബിലിറ്റി ഈസ് 1/8. നൗ വാട്ട് ഈസ് എഫ് ഓഫ് 1 എന്ന് നോക്കാം. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഹെഡ്സ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് ഈക്വൽ ടു 1. ഹെഡുകളുടെ എണ്ണം 1 വരുന്ന എത്ര കേസുകളുണ്ട്? ഈ 8 കേസുകളിൽ 3 ഫേവറബിൾ കേസസ് ഉണ്ട്. സോ ദ പ്രോബബിലിറ്റി ഈസ് 3/8. ദെൻ എഫ് ഓഫ് 2 ആണ് വേണ്ടത്. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഈക്വൽ ടു 2. 2 ഹെഡുകൾ വരുന്ന 3 കേസുകളാണ് നമുക്കുള്ളത്. Therefore the probability is 3/8. And finally we have f of 3. f of 3 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. അതായത് എക്സ് 3 വരുന്നത് ഒരൊറ്റ ഔട്ട്കം വരുമ്പോഴാണ്. സോ ദ പ്രോബബിലിറ്റി ഈസ് 1/8. അതായത് ഇപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളുടെ വാല്യൂസും ഉണ്ട്, അവരുടെ പി എം എഫും ഉണ്ട്. അപ്പം നമുക്കതൊരു ടേബിൾ രൂപത്തിൽ നമുക്ക് അയാളുടെ പി എം എഫിനെ എഴുതാം. അപ്പോൾ നമ്മളൊരു ടേബിൾ രൂപത്തിൽ പി എം എഫിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് എഴുതിയിട്ടുണ്ട് ആൻഡ് എഫ് ഓഫ് എക്സും എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ്, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഇസ് സമ്മേഷൻ ഓവർ എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓരോ എക്സ് ഇൻറ്റു കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സുകളുടെ സമ്മാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ദറ്റ് ഈസ് 0 ഇൻറ്റു 1/8 പ്ലസ് അടുത്തത് 1 ഇൻറ്റു 3/8 പ്ലസ് 2 ഇൻറ്റു 3/8 പ്ലസ് 3 ഇൻറ്റു 1/8. ഇങ്ങനെയാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 3/8 പ്ലസ് ഇത് 6/8 പ്ലസ് 3/8 എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് 3 പ്ലസ് 6 പ്ലസ് 3, ദറ്റ് ഈസ് 12/8 എന്ന് വരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 12/8 ഇസ് 3/2 ഓർ 1.5. ഇതാണ് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡ്സ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ റാൻഡം വേരിയബിൾ എക്സ് ഷോ ദാറ്റ് variance of ax minus b is equal to a square into variance of x when they exist. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് എഴുതാം. ബൈ ഡെഫിനിഷൻ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് അല്ല, മറിച്ച് വേരിയൻസ് ഓഫ് എ എക്സ് മൈനസ് ബി ആണ്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ എക്സ് വന്ന സ്ഥാനത്ത് നമ്മൾ എ എക്സ് മൈനസ് ബി എഴുതുന്നു. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് മൈനസ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് മൈനസ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് മൈനസ് ബിനെ നമുക്ക് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. ഇത് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടിയാണ്, ദ ഹോൾ സ്ക്വയർ അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് മൈനസ് ബി മൈനസ് ഈ ബ്രാക്കറ്റ് മാറ്റുകയാണ്. അപ്പം മൈനസ് 2 ടേമിനും കൊടുക്കുന്നു. അപ്പോൾ മൈനസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഓഫ് മൈനസ് ബി വരുന്നു പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ നോക്കുമ്പം ഇവിടെ ഒരു മൈനസ് ബി ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ബി ഉണ്ട്, അത് ക്യാൻസലായിപ്പോയി. സോ വി ഹാവ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 2 ടേമിലും എ ഉണ്ട് കോമൺ ഫാക്ടറായിട്ട്. എനെ നമ്മൾ പുറത്തേക്ക് എടുക്കാം. പക്ഷേ എ നിൽക്കുന്നത് ഒരു സ്ക്വയർ ആയിട്ടുള്ള ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നിന്ന് എനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പം എ സ്ക്വയർ ആണ് പുറത്തേക്ക് വരും. എ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ? that is variance of x. So this can be written as a square into variance of x. അടുത്ത ക്വസ്റ്റ്യൻ.
if mx of t is the mgf of x, show that ax plus b of t is equal to e raised to bt into mx of at. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എം ജി എഫ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എം ജി എഫ് എം എക്സ് ഓഫ് ടീനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ഇതാണ് എം എക്സ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എം എ എക്സ് പ്ലസ് ബി ഓഫ് ടി എന്ന് നമുക്ക് നോക്കാം. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു എ എക്സ് പ്ലസ് ബി. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എ എക്സ് പ്ലസ് ബി എന്ന് എഴുതിയിരിക്കുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ്, ഞാൻ ബ്രാക്കറ്റ് മാറ്റുകയാണ്, ടീനെ എ എക്സിന് കൊടുക്കുന്നു. അപ്പം ഇ റേസ് ടു നമുക്ക് ഇങ്ങനെ എഴുതാം, എ ടി എക്സ് എന്ന് എഴുതാം, പ്ലസ് ടീനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ബി ടി. അപ്പം നമുക്ക് ബ്രാക്കറ്റ് മാറ്റി എ ടി എക്സ് എന്ന് ഞാൻ എഴുതി, പ്ലസ് ബി ടി എന്ന് എഴുതി. അപ്പം ഇവിടെ ഇയുടെ പവറിൽ ഒരു സമ്മാണ് വന്നിരിക്കുന്നത്. അതിനെ രണ്ടെണ്ണമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നു. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു എ ടി എക്സ് ഇൻറ്റു ഇ റേസ് ടു ബി ടി എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇത് എക്സ് വരുന്ന ഒരു ടേമാണ്, ഇത് എക്സ് ഇല്ലാത്ത ടേമാണ് അല്ലേ. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിനെ അതേപോലെ നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇ റേസ് ടു ബി ടിനെ ഞാൻ എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് അതേപോലെ എടുത്തു. അപ്പം എക്സ്പെക്റ്റേഷനുള്ളിൽ എന്താ വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു എ ടി എക്സ് എന്നാണ് എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ബി ടി ഇൻറ്റു, നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്ന് വന്നാൽ നമുക്ക് അയാളെ എം എക്സ് ഓഫ് ടി എന്ന് എഴുതാം. അതേപോലെ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എന്ന് വന്ന സ്ഥാനത്ത് എ ടി ഇൻറ്റു എക്സ് ആണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടി വന്ന സ്ഥാനത്ത് എ ടി എന്ന് കൊടുക്കും, എം എക്സ് ഓഫ് എ ടി എന്ന് എഴുതാം. അപ്പം എം എ എക്സ് പ്ലസ് ബി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ബി ടി ഇൻറ്റു എം എക്സ് ഓഫ് എ ടി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ജോയിൻ പി എം എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ഇസ് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 12 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 1 2 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 1 2. Identify the probability distribution of Z where Z is equal to x plus y. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെയും വൈയുൻ്റെയും ജോയിൻറ്റ് പി എം എഫ് ആണ് തന്നിരിക്കുന്നത്. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് കോമ വൈ? ദറ്റ് ഈസ് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ആസ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 12. എക്സ് എടുക്കുന്ന വാല്യൂസ് നമുക്കറിയാം 1ഉം 2ഉം ആണ്, വൈ എടുക്കുന്ന വാല്യൂസും 1ഉം 2ഉം ആണ്. ഇനി നമുക്ക് കാണേണ്ടത് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈയുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതറിയണമെങ്കിൽ സെഡ് ഏതൊക്കെ വാല്യൂ എടുക്കണോ എന്ന് അറിയണം. ആൻഡ് അതിനുശേഷം അയാളുടെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ സെഡിന് ഏതൊക്കെ വാല്യൂ എടുക്കാം? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1ഉം 2ഉം ആണ്, വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസും 1ഉം 2ഉം ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈന് ഏതൊക്കെ വാല്യൂ എടുക്കാം നോക്കാം. എക്സ് പ്ലസ് വൈന് 1 + 1 2 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കാം. പിന്നെ 2 + 1 3 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാം. അതുതന്നെയാണ് ഇപ്പം 1 + 2ലും വരുന്നത്. ആൻഡ് 2 + 2 4. ഇപ്പം സെഡ് എന്ന് പറയുന്ന എക്സ് പ്ലസ് വൈക്ക് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? 2 3 4. ഈ 3 വാല്യൂസാണ് സെഡിന് എടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് സെഡിൻ്റെ പി എം എഫ് എഴുതാം. അതായത് പി എം എഫ് ഓഫ് സെഡ് എഫ് ഓഫ് സെഡ് നമുക്ക് എഴുതാം. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ ഇപ്പോൾ ഒരൊറ്റ റാൻഡം വേരിയബിളായി എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റാൻഡം വേരിയബിളായി, അതുകൊണ്ടാണ് നമ്മൾ എഫ് ഓഫ് സെഡ് എന്ന് എഴുതുന്നത്. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ്. ഇതാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 2 കാണണം, എഫ് ഓഫ് 3 കാണണം, ആൻഡ് എഫ് ഓഫ് 4 കാണണം. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് സെഡിന് നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലാണ് അറിയുന്നത്. അപ്പോൾ സെഡ് 2 ആവുന്നത് എപ്പോഴാണ്? എക്സ് 1ഉം വൈ 1ഉം ആവും. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 കോമ വൈ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എഫ് ഓഫ് 1 കോമ 1. അപ്പോൾ എഫ് ഓഫ് എക്സ് കോമ വൈ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ബൈ 12. അപ്പോൾ 1 കോമ 1 ഇസ് 1 + 1 ബൈ 12. ദറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ 12 എന്ന് കിട്ടുന്നു അല്ലേ. ഇനി നമ്മൾ എഫ് ഓഫ് 3 ആണ് നോക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 3. സെഡ് എപ്പോഴാണ് 3 ആവുന്നത്? അതായത് എക്സ് പ്ലസ് വൈ എപ്പോഴാണ് 3 ആവുന്നത്? ഒന്ന് എക്സ് 1ഉം വൈ 2 ആവുമ്പോൾ 3 ആവും. അതായത് പ്രോബബിലിറ്റി ആറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 കോമ വൈ ഇസ് ഈക്വൽ ടു 2 ഓർ
അപ്പോൾ പ്ലസ് ഇടണം. എക്സ് 2ഉം വൈ 1ഉം ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 കോമ വൈ ഇസ് ഈക്വൽ ടു 1 ആവുമ്പോഴും എക്സ് പ്ലസ് വൈ 3. അപ്പോൾ ഇവിടെ 2 കേസുകളുണ്ട്, അതുകൊണ്ടാണ് അവരെ നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തേന് നമുക്ക് എഫ് ഓഫ് 1 2 എന്നും രണ്ടാമത്തതിനെ എഫ് ഓഫ് 2 1 എന്നും നമുക്ക് പറയും. ദാറ്റ് ഈസ് 1 പ്ലസ് 2/12 പ്ലസ് 2 പ്ലസ് 1/12. അപ്പോൾ 3/12 പ്ലസ് 3/12 എന്ന് കിട്ടി. ദ ആൻസർ ഇസ് 6/12. അപ്പോൾ എഫ് ഓഫ് 3 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എഫ് ഓഫ് 4 ആണ്. എഫ് ഓഫ് 4 ഇസ് പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 4. സെഡ് എപ്പോഴാണ് 4 ആവുന്നത്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 2. ഒരൊറ്റ കേസിലാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 കോമ വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. ദറ്റ് ഈസ് എഫ് ഓഫ് 2 കോമ 2. ദറ്റ് ഈസ് 2 പ്ലസ് 2/12 വിച്ച് ഇസ് ഈക്വൽ ടു 4/2. അപ്പോൾ ഇവിടെ നമുക്ക് സെഡിൻ്റെ വാല്യൂ കിട്ടി. ഓരോ സെഡിൻ്റെയും പി എം എഫ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇവരെ നമുക്ക് ഒന്നായിട്ട് ഒരു ടേബിൾ രൂപത്തിൽ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. സോ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെഡ് ഇസ് ഗിവൺ ബൈ സെഡിൻ്റെ വാല്യൂസ് എഴുതി 2 3 and 4. എഫ് ഓഫ് സെഡ് എഴുതി 2/12 6/12 and 4/2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് covariance of x comma minus y is equal to minus of covariance of x comma y where x and y are two random variables. അപ്പോൾ നമ്മൾ എക്സ് വൈയുടെ കൊവേരിയൻസിനുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ? അപ്പോൾ അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമാണ് ദറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നാണ് കൊവേരിയൻസ് ഓഫ് എക്സ് കോമ വൈനെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കൊവേരിയൻസ് ഓഫ് എക്സ് കോമ മൈനസ് വൈ ആണ് അല്ലേ. അപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് വൈ എന്ന് എഴുതണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു മൈനസ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് മൈനസ് വൈ ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മൈനസ് വൈൻ്റെ മൈനസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് ഇവിടെ നമുക്ക് മൈനസ് ഇവിടേക്ക് എടുത്തിട്ട് എഴുതാം. അപ്പോൾ മൈനസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് എഴുതാം. അപ്പം മൈനസിനെ കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് നമുക്ക് പറയാം. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന സാധനം എന്താണ്? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കൊവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ.